പേരാമ്പ്രയിൽ ഗർഭിണിയായ യുവതി കാറിനുള്ളിൽ പൊള്ളലേറ്റ് മരിച്ച ദാരുണ സംഭവത്തിൽ നിർണായക വഴിത്തിരിവുകളുമായി മുന്നോട്ടു പോവുകയാണ് ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെയുള്ള പ്രത്യേക അന്വേഷണ സംഘം. അപകട മരണമെന്ന പ്രാഥമിക നിഗമനങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന രീതിയിലാണ് നിലവിൽ പുറത്തുവരുന്ന പോലീസ് കണ്ടെത്തലുകൾ. കാറിനുണ്ടായ സാങ്കേതിക തകരാറോ എഞ്ചിൻ ഭാഗത്തെ തകരാറോ അല്ല ദുരൂഹമായ ഈ അഗ്നിബാധയ്ക്ക് കാരണമായതെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ വിദഗ്ധ സംഘം നടത്തിയ വിശദമായ പരിശോധനയിൽ ഇതിനകം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ സംഭവം കൃത്യമായ ആസൂത്രണത്തോടെ നടപ്പിലാക്കിയതാണെന്ന സംശയത്തിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിച്ചേരുകയായിരുന്നു. വണ്ടിക്കുള്ളിൽ മനഃപൂർവ്വം പെട്രോൾ ഉപയോഗിച്ച് തീ കൊളുത്തിയതാണോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ഊർജിതമായ പരിശോധനകൾ നടക്കുന്നത്. മരണപ്പെട്ട സോനയെ കേന്ദ്രീകരിച്ച് നടത്തുന്ന അന്വേഷണം കേസിന് പുതിയൊരു തലം നൽകുന്നുണ്ട്. ദുരൂഹതകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അപകടം നടക്കുന്നതിന് തൊട്ടു മുൻപ് പ്രദേശത്തെ ഒരു ഇന്ധന സ്റ്റേഷനിൽ നിന്നും കന്നാസിൽ പെട്രോൾ വാങ്ങിയ അജ്ഞാതയായ ഒരു സ്ത്രീയെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നടുവണ്ണൂർ റോഡിന് സമീപത്തുകൂടി കയ്യിൽ കന്നാസുമായി നടന്നു പോകുന്ന ഇവരുടെ വ്യക്തമായ ദൃശ്യങ്ങൾ സമീപത്തെ CCTV ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഇതാരാണെന്ന് ഉറപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. കാറിനുള്ളിലേക്ക് പെട്രോൾ എങ്ങനെ എത്തി എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഈ സ്ത്രീയെ കണ്ടെത്തുന്നതിലൂടെ ലഭിക്കുമെന്നാണ് പോലീസ് കരുതുന്നത്. ദുരൂഹ സാഹചര്യത്തിൽ അന്നു രാത്രി ഈ വാഹനത്തിനുള്ളിൽ ഇന്ധനം സൂക്ഷിച്ചിരുന്നു എന്ന നിഗമനത്തിലേക്കാണ് ലഭ്യമായ ശാസ്ത്രീയ തെളിവുകളെല്ലാം വിരൽ ചൂണ്ടുന്നത്. അപകട സമയത്ത് വാഹനം ഓടിച്ചിരുന്ന സോനയുടെ ഭർത്താവ് രജിൻ ലാൽ നിലവിൽ ശരീരത്തിൽ 60% ഗുരുതരമായി പൊള്ളലേറ്റ നിലയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. സംഭവ ദിവസം കാറിന്റെ പിൻസീറ്റിലായിരുന്ന സോന ഇരുന്നിരുന്നതും പെട്രോളിന്റെ കടുത്ത മണം അനുഭവപ്പെട്ടതിനെക്കുറിച്ച് താൻ ചോദിച്ച നിമിഷം തന്നെ പെട്ടെന്ന് തീ ആളിപ്പടരുകയായിരുന്നെന്നുമാണ് രജിൻ ലാൽ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. കാറിന്റെ പിൻഭാഗത്ത് നിന്നാണ് തീ ഉയർന്നതെന്നും വൻ ശബ്ദം കേട്ടതായും അപകട സ്ഥലത്തേക്ക് ആദ്യം ഓടിയെത്തിയ നാട്ടുകാരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. രജിൻലാലിന്റെ ശരീരത്തിന്റെ പിൻഭാഗത്താണ് കൂടുതൽ പരിക്കേറ്റിരിക്കുന്നതെന്നതും പെട്രോളിന്റെ സാന്നിധ്യത്തെ സാധൂകരിക്കുന്നതാണ്. ആശുപത്രിയിൽ കഴിയുന്ന ഇയാളുടെ വിശദമായ മൊഴിയെടുക്കലിലൂടെ മാത്രമേ കേസിന്റെ യഥാർത്ഥ ചുരുൾ അഴിയുകയുള്ളൂ. സംഭവ ദിവസത്തെ സോനയുടെയും ഭർത്താവിന്റെയും യാത്രാ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ നിരവധി സമയ വ്യത്യാസങ്ങളും ദുരൂഹതകളും അവശേഷിക്കുന്നുണ്ട്. അന്നുച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 7:30 വരെ സോന വാലിക്കോടുള്ള സ്വന്തം മാതൃ സഹോദരിയുടെ വീട്ടിലായിരുന്നു എന്നാണ് ബന്ധുക്കൾ വ്യക്തമാക്കുന്നത്. ഉച്ചയ്ക്ക് രജിൻലാലാണ് സോനയെ ഇവിടെ കൊണ്ടാക്കിയത്. വൈകുന്നേരം ബന്ധുവായ മറ്റൊരു യുവതിക്കൊപ്പം സോന പേരാമ്പ്ര ടൗണിൽ പോയി സാധനങ്ങളും വാങ്ങിയിരുന്നു. ഫാൻസി ഷോപ്പിലും പലചരക്ക് കടയിലും യുവതി കയറിയ സമയത്ത് സോന അവിടെ നിന്നും തനിച്ച് എങ്ങോട്ടോ മാറിപ്പോയതായും ആ സമയം സോന എവിടെയായിരുന്നു എന്ന് തനിക്കറിയില്ലെന്നും ബന്ധുവായ യുവതിയുടെ മൊഴിയിലുണ്ട്. ഈ സമയത്താണോ സോന മറ്റാരെയെങ്കിലും കാണുകയോ പെട്രോൾ ശേഖരിക്കുകയോ ചെയ്തതെന്ന സംശയം പോലീസിനുണ്ട്. രാത്രി 7:30 മാതൃ സഹോദരിയുടെ വീട്ടിൽ വീണ്ടും എത്തി രജിൻലാൽ സോനയെ കാറിൽ കയറ്റി കൊണ്ടുപോയെങ്കിലും അതിനുശേഷം അപകടം നടക്കുന്നത് വരെയുള്ള ഏകദേശം 2 മണിക്കൂറോളം സമയം ഇരുവരും എവിടെയായിരുന്നു എന്നതിനെക്കുറിച്ച് നിലവിൽ യാതൊരുവിധ സൂചനകളുമില്ല. ഈ നിർണായക സമയത്തിനിടയിൽ ഇവർ എവിടെയൊക്കെയാണ് സഞ്ചരിച്ചതെന്നും ആരെയാണ് സന്ദർശിച്ചതെന്നും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് സൈബർ സെൽ ഉൾപ്പെടെയുള്ള സംഘം. യുവതി ടൗണിൽ വെച്ച് തനിച്ചുപോയ സമയത്തെക്കുറിച്ചും പിന്നീട് ദമ്പതികൾ ഒരുമിച്ച് കാണാതായ 2 മണിക്കൂറിനെക്കുറിച്ചും വ്യക്തത വരുന്നതോടെ പേരാമ്പ്രയെ നടുക്കി ഗർഭിണിയുടെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ സത്യങ്ങൾ പുറത്തുവരുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന.